ലുക്കിലല്ല കാര്യം, ലുക്ക് ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. നല്ല സ്വഭാവ ഗുണമുള്ള രണ്ടുപേരും ഒന്നിക്കണം, അല്ലെങ്കിൽ ആകെ മോചിച്ചു. ആ ചൊറുക്കും അല്ലെങ്കിൽ ഭംഗിയും ബ്യൂട്ടിയും അല്ലെങ്കിൽ ലുക്കൊക്കെ ഉണ്ടല്ലോ ദാമ്പത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 2-3 മാസമുള്ള അതിൻ്റെ പ്രാധാന്യം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വലി ആയിട്ട് ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ആണ്, ഗിവ് ആൻഡ് ടേക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ്, അഡ്ജസ്റ്റ്മെൻ്റ് അല്ലല്ലോ. അതായത് ഒരുപാട് ഇപ്പം ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു 5-6 ഡൈവേഴ്സ് കേസുകൾ ഞാൻ കണ്ടു. നല്ല രീതിയിൽ പോയിരുന്ന ആളുകൾ, ആണും പെണ്ണും, നമ്മളെ 2 കൂട്ടരിൽ നമ്മളെ സുഹൃത്തുക്കൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ തട്ടിമുട്ടിയും, അത് ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വർത്താനം പറഞ്ഞ് സോൾവ് ആവും. പക്ഷെ അത് സോൾവ് ആവാത്തതും വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താണ്, അതിൻ്റെ സിഗ്നല് ശരിക്കും എന്താണ്, അത് യോജിക്കാത്തതാണ്. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ വേണ്ട നടപടി എടുക്കുക. അതിലേക്ക് പോകുന്നതിന്, അത്രയും പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കിയിട്ട് പരസ്പരം സംസാരിച്ചിട്ട് ആളുകളുടെയും XY 2 പേരുടെയും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മനസ്സിലാക്കിയിട്ട് പെട്ടെന്നൊരു കല്യാണത്തിലേക്ക് പോയി ചാടണമല്ല. ഇപ്പൊ കുറേ സുഹൃത്ത് ബന്ധങ്ങളുടെ നമ്മൾ കണ്ടു, എത്രയോ ആളുകൾ നമുക്ക് സങ്കടം. ഞാൻ നമ്മളെ ഏറ്റവും ആത്മാർത്ഥ 2 ആളുകളുടെ എൻ്റെ 1-2 സുഹൃത്തുക്കളുടെ ഞാൻ കണ്ടു. ചെറിയ വിഷയങ്ങളാണ്, സംസാരിച്ച് തീരുന്ന പ്രശ്നങ്ങളാണ്, പക്ഷെ അതിനുള്ള സാധനങ്ങളില്ല. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, അത് ചേരാത്തതാണ്. കാന്തത്തിന്റെ 2 വശം, 2 കാന്താണ്, 2 നല്ലതാണ്. 2 ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ ഓപ്പോസിറ്റ് വശങ്ങളാണ് ഇങ്ങനെ ഇതാവും. അപ്പോൾ അതിനൊരു കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ഈ പാരൻസ് ഒക്കെ എന്താ പറയുക, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ ഇങ്ങോട്ട് ഫോഴ്സ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഒരു സ്റ്റീരിയോ ടൈപ്പിന് കല്യാണം കഴിക്കണം ഒന്നും പറയില്ല. അതൊക്കെ നല്ലതാണെങ്കിൽ അത്രത്തോളം നല്ല രസമുള്ളൊരു പരിപാടി ഇല്ല എന്നുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ചീഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടച്ചോനെ അത്ര വലിയ ഒരു മുസീബത്ത് വേറല്ല. കറക്റ്റല്ലേ? ഇതിനൊക്കെ ടൈമുണ്ട് എന്ന് വിചാരിച്ച് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ പെണ്ണുണ്ട് സെഞ്ചുറി അടിച്ചു എണ്ണത്തിന്. പക്ഷെ ഞാൻ പറഞ്ഞ കോമഡി അല്ല, പറഞ്ഞ കാര്യമാണ് അല്ലേ?